നമസ്തേ. ഇനിയൊരു സംസ്കൃത കഥ കേട്ടാലോ? പഠിക്കാൻ എളുപ്പം, ഓർക്കാൻ എളുപ്പം. വായോ. ചതുരഃ കാകഃ, മിടുക്കനായ കാക്ക. ഏകഃ കാകഃ അസ്തി, തദാ ഗ്രീഷ്മകാലഃ. ഒരു കാക്കയുണ്ടായിരുന്നു. അന്ന് വേനൽക്കാലമായിരുന്നു. കാകസ്യ പിപാസ ജലം ആവശ്യകം. കാക്കയ്ക്ക് ദാഹമുണ്ടായി. അതിന് വെള്ളം ആവശ്യമാണ്. അത്ര പശ്യതി ജലം നാസ്തി, തത്ര പശ്യതി ജലം നാസ്തി. ഇവിടെ എല്ലായിടവും വെള്ളം നോക്കി, കണ്ടില്ല. അവിടെയും നോക്കി, വെള്ളം കണ്ടില്ല. കുത്രാപി ജലം നാസ്തി, എവിടെയും വെള്ളമില്ല. കാകഃ കഷ്ടേന ബഹുദൂരം ഗച്ഛതി, തത്ര സഹ ഏകം ഗഡം പശ്യതി. കാക്ക പ്രയാസത്തോടെ ഒരുപാട് ദൂരം പറന്നു. അങ്ങനെ അവിടെ ഒരു കുടം കണ്ടു. കാകസ്യ അതീവ സന്തോഷഃ ഭവതി, കാക്കയ്ക്ക് വളരെ സന്തോഷമായി. കിന്തു ഗഡേ സ്വൽപമേവ ജലമസ്തി, എന്നാലേ കുടത്തിൽ കുറച്ച് വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ. കാകഃ കിം കരോതി, കാക്ക എന്തു ചെയ്യും? ജലം കഥം പിബാമി ഇതി കാകഃ ചിന്തയതി. വെള്ളം എങ്ങനെ കുടിക്കും? ഇങ്ങനെ കാക്ക ചിന്തിച്ചു. കാകഃ ചതുരഃ സഹ ഏകമുപായം കരോതി. മിടുക്കനായ കാക്ക ഒരു ഉപായം കണ്ടെത്തി. ശിലാഖണ്ഡം ആനയതി ഗഡേ സ്ഥാപയതി. കല്ല് കൊണ്ടുവന്നിട്ട് കുടത്തിലിട്ടു. പുനഃ ഗച്ഛതി ശിലാഖണ്ഡം ആനയതി ഗഡേ സ്ഥാപയതി. വീണ്ടും എന്ത് ചെയ്തു? വീണ്ടും പോയി കല്ല് കൊണ്ടുവന്നു കുടത്തിലിട്ടു. പുനഃ ഗച്ഛതി പുനഃ ശിലാഖണ്ഡം ആനയതി പുനഃ ഗഡേ സ്ഥാപയതി. വീണ്ടും പോയി വീണ്ടും കല്ല് കൊണ്ടുവന്ന് വീണ്ടും കുടത്തിലിട്ടു. ജലം ഉപരി ഉപരി ആഗച്ഛതി. വെള്ളം മുകളിലേക്ക് കയറി വന്നു. കാകഃ സന്തോഷേണ ജലം പിബതി. കാക്ക സന്തോഷത്തോടെ വെള്ളം കുടിച്ച് അന്യത്ര ഗച്ഛതി, മറ്റൊരിടത്തേക്ക് പറന്നുപോയി. കാകഃ ചതുരഃ കില, കാക്ക മിടുക്കനാണോ? സംസ്കൃതത്തെ കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.